എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എൻ്റെ പേര് സുജാത. ഞാൻ അരീക്കോട് തെഞ്ചേരിയിൽ ആണ് താമസിക്കുന്നത്. 16 വർഷമായിട്ട് ആശാ വർക്കർ എന്ന ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഈ കമ്പനിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ഹലോ, കേക്കില്ല ഉസ്താദേ? കേൾക്കുന്നുണ്ട്. പിന്നെ എന്നും രാവിലെ നടക്കുന്ന ഈ ഹൈഫ്ലൈസ് മീറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഹൈഫ്ലൈസ് മീറ്റിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിവും വിശ്വാസവും കിട്ടുന്നു. എല്ലാവരും വിചാരിക്കും നമ്മൾ എന്നും കേൾക്കുന്നതല്ലേ കേൾക്കുന്നതെന്ന്. പക്ഷെ അതല്ല, നമ്മൾക്ക് ഓരോ ലീഡേഴ്സിൽ നിന്നും നമുക്ക് ഓരോ വ്യത്യസ്തമായ അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ BOPകള്, GTSകള്, ഇതെല്ലാം നമ്മൾ എല്ലാ ആഴ്ചയും മുടങ്ങാതെ തന്നെ നമ്മൾ പങ്കെടുക്കണം. അതുപോലെ നമ്മൾ കൊണ്ടുവന്നവരെയും ഈ ഹൈഫ്ലൈസ് മീറ്റിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും അവരെ എല്ലാ ദിവസവും വിളിച്ചുണർത്തി നമ്മളെ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കണം. പിന്നെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് റസാഖ് അനിൽ ടീച്ചറാണ്. പിന്നെ അതുപോലെ നമ്മുടെ ലത്തി ഉസ്താദ്. ഞാൻ ഇതിലേക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ ഈ ലീഡേഴ്സിന്റെ ഒരു അത്രയും അവർക്ക് ഈ ബിസിനസ്സിനോട് ചെയ്യുന്ന ആത്മാർത്ഥതയും ആ സത്യസന്ധതയാണ്. പിന്നെ ഞാനിപ്പോ കമ്പനിയുടെ 2ാമത്തെ റാങ്കായ ATC എന്ന റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞാല് ലത്തി ഉസ്താദ്, നമ്മുടെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ലത്തി ഉസ്താദ്, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും പറയാനുണ്ട്. എൻ്റെ മെന്റർ കൂടിയാണ് ലത്തി ഉസ്താദ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് സുറാബി മാഡം നല്ല സപ്പോർട്ടാണ്. എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും നമ്മളെ ഒരു നമ്മളെ വീട്ടിലെ അംഗത്തെ പോലെയാണ് ഞങ്ങളെല്ലാരെയും കാണുന്നത്, അവര് കാണുന്നത്. പിന്നെ ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ്താദ് പല മേഖലകളിലും വർക്ക് ചെയ്ത് ഉസ്താദായിട്ടും പിന്നെ അതുപോലെ തന്നെ കരാട്ടെ അധ്യാപകനായിട്ടും പിന്നെ തെങ്ങ് കയറാന്, ലൈറ്റ് ആൻഡ് സൗണ്ട്, എന്തൊക്കെയാണുള്ള ഒരുപാട് ജോലികൾ ചെയ്ത് ഒരു വെറുതെ ഇരിക്കാതെ നല്ലൊരു അധ്യാപകൻ, നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു ആളാണ് ലത്തി ഉസ്താദ്. ലത്തി ഉസ്താദിനെ ഞാൻ ഈ ഹൈഫ്ലൈസ് മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലത്തി ഉസ്താദ്, പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു സുജാത മാഡം. വളരെ നല്ല രീതിയിൽ എന്നെ പരിചയപ്പെടുത്തി. സുജാത മാഡത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ആശാ വർക്കറാണ്. അതുപോലെ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് കമ്പനിയുടെ അടുത്ത റാങ്കായ DTC എന്ന റാങ്ക് ഉടനെ തന്നെ അച്ചീവർ ആകാൻ പോകുന്ന കമ്പനി 10,000-ന് മുകളിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം നടത്തിയ നെക്സസ് എന്ന പ്രോഗ്രാമിൽ 2 പ്രാവശ്യം അച്ചീവറായി മൊമെന്റോ സ്റ്റേജിൽ കയറി വാങ്ങിയ ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ സുജാത മാഡം. ഒരുപാട് ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത റാങ്കുകൾ അച്ചീവർ ആകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും റോൾ മോഡലാണ് നമ്മുടെ സുജാത മാഡം. വളരെ നല്ല രീതിയിൽ എന്നെ പരിചയപ്പെടുത്തി. ഹൈഫ്ലൈസ് മീറ്റിംഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് 1200-ാം ആണ്ട് ഇടവം 15 വ്യാഴാഴ്ച ദുൽഹിജ്ജ 1 1446 ഹിജറ വർഷം. അതുപോലെ തന്നെ 2025 മെയ് 29-ാം തീയതി വ്യാഴാഴ്ച. നമുക്ക് ഇന്ന് ഇവിടെ ഈ പ്രസന്റേഷൻ ചെയ്യാനും നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ ജീവിക്കാനും ഭാഗ്യം നൽകിയ സർവശക്തനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും നല്ല ഒരു മേഖലയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്, ഡയറക്ട് സെല്ലിംഗ് എന്ന മേഖല. ഇനി ഇന്ത്യ വളരാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് മനസ്സിലാകാത്ത ആളുകളാണ് ഇതിനെ പിന്നോട്ട് വലിക്കുന്നതും അതുപോലെ തന്നെ ഇതിനെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യാത്തതും ഇതിനെ നോക്കിക്കാണുന്നതും. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ഈ കഴിഞ്ഞ
മാസങ്ങളിലൊക്കെ ടിവികളിലും അതുപോലെ തന്നെ പത്ര താളുകളിലൊക്കെ നല്ല രീതിയിൽ ഇതിനെ പരാമർശിച്ചുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മളെല്ലാവരും ഏറ്റെടുക്കാൻ പോകുന്ന മേഖല, എല്ലാവരും ഈ ജനങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഏറ്റെടുക്കാൻ പോകുന്ന ഒരു മേഖലയാണ് ഡാൻസ് സെല്ലിംഗ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പ് സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ, നമ്മുടെ ലതാ മേഡവും മനോജ് സാറും നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഈ ഓർഗനൈസേഷനിൽ എത്തിപ്പെട്ടതിന് തന്നെ നമുക്ക് സർവശക്തനെ സ്തുതിക്കാം. അതുപോലെ ഒരുപാട് ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന SBGയുടെ കരുത്തുറ്റരായ ഒരുപാട് ITC റാങ്കും അതുപോലെ CTC NTC റാങ്കിലും അതുപോലെ ഒരുപാട് TC അബോ ലീഡേഴ്സ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ലീഡേഴ്സിനും ഈ സമയത്ത് SBGയുടെ എല്ലാ ലീഡേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊക്കെ ചെറിയൊരു മാറ്റവും അതുപോലെ ഈ വരുമാനവും വരുന്നത് തന്നെ ഈ SBG എന്ന റാങ്കിൽ എത്തിപ്പെട്ടതാണ്. കാരണം കമ്പനി നന്നായത് കൊണ്ടോ പ്രൊഡക്റ്റ് നന്നായത് കൊണ്ടോ ഇവിടെ ആരും വിജയിക്കുകയില്ല. നല്ലൊരു ടീമിന്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതിന് തന്നെ ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ ഡാൻസ് സെല്ലിങ്ങിന്റെ ചരിത്രത്തിൽ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ SBG എന്ന സിസ്റ്റത്തിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് സാധാരണക്കാരായ ആളുകൾ, എന്നെ പോലുള്ള മദ്രസ അധ്യാപകന്മാരും അതുപോലെ നാടൻ ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ ഒരുപാട് ആളുകളെ മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് നല്ലൊരു ബിസിനസ് മാൻ ആക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു ഫാക്ടറിയാണ് നമ്മുടെ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ. ഒരിക്കൽ കൂടി അതിന് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ബിസിനസ്സിൽ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലേൺ ടു ടീച്ച്. ആദ്യം പഠിക്കുക, പിന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുക, ബിസിനസ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഈ ബിസിനസ്സിൽ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാളും ഞാൻ ഇതിൽ പഠിക്കൂല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അവർക്ക് മാറി നിൽക്കാനേ പറ്റുള്ളൂ. ഈ ബിസിനസ് 2 രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, സീരിയസ് ആയിക്കൊണ്ട് ഈ ബിസിനസിന്റെ ലീഡറായി മാറാൻ പറ്റും. 2, ഈ ബിസിനസ്സിൽ സീരിയസ് അല്ലാതെ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് മാത്രം വരുമാനം വാങ്ങുന്ന ആളായിട്ട് മാറാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരാളും തന്നെ ബിസിനസിന്റെ ലീഡറായി മാറാതെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകൾ മാത്രമായി മാറരുത്. എല്ലാവരും ലീഡർ ആവുക. ലീഡർ ആവാൻ ഇതിൽ പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഇതുപോലുള്ള ഹൈഫ്ലേസ് മീറ്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് ഇട്ടുതരുന്ന ഓരോരോ അവസരങ്ങളിൽ NDO ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പല പേരുകളിലും നമുക്ക് കുറെ മീറ്റിങ്ങുകൾ കിട്ടും. അവിടെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരൊക്കെയാണോ ഇതിൽ ലീഡർ ആകുന്നത് അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ പറ്റും. ലീഡർ ആകാൻ ഏതൊരാൾക്കും സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല, ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ കഴിവോ ഒന്നുമില്ല. ഒക്കെ നമുക്ക് ഉള്ള കഴിവിനെ വളർത്തിയെടുത്തുകൊണ്ട് വലിയൊരു ലീഡറാക്കി മാറ്റുന്ന ഒരു ഫാക്ടറിയാണ് സക്സസ് ബറി ഗ്ലോബൽ. ഈ സക്സസ് ബറി ഗ്ലോബൽ ലോകം മുഴുവനും വിജയത്തിന്റെ കൊടി പാറിക്കാൻ പോകുന്ന നമ്മുടെ ഈ സക്സസ് ബറി ഗ്ലോബലിന്റെ ഒരു പാർട്ടായി മാറിയതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഉറച്ചു വിശ്വസിക്കാം. ഇനി ഇതിൽ ആരെങ്കിലും ലീഡർ അല്ലാതെ മാറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇതിൽ ലീഡറാകാം. ലീഡർ ആകണമെങ്കിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് പഠിക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ ഹൈഫ്ലേസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇന്ന് ഓൺലൈനിന്റെ കാലഘട്ടമാണ്. ഇതിനൊക്കെ നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് വെച്ചുകൊണ്ട് ഇത്ര മണിക്കൂർ ഇത്ര ദിവസം എന്നൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് കാശ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാശ് ഇതിലൂടെ സമ്പാദിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ ഫ്രീ ആയിട്ടാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ വാല്യം നമ്മൾ കാണുന്നുള്ളൂ. നമ്മളെല്ലാവരും വിജയത്തിന്റെ മന്ത്രങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ഹൈഫ്ലേസ് മീറ്റിംഗ്. അങ്ങനെ എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ജോയിൻ ചെയ്ത എല്ലാവരെയും ഹൈഫ്ലേസിങ്ങിന്റെ സൂമിന്റെ ആപ്പ് സെറ്റ് ആക്കിക്കൊണ്ട് അവർക്ക് ഇതിൽ കയറുന്ന രൂപമൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും വലിയ ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊക്കെ ഇതിൽ ഉയരാൻ സാധിക്കും. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഹൈഫ്ലേസ് മീറ്റിംഗ് ആരൊക്കെയാണോ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നത് അവർക്കൊക്കെ ഇതിൽ ലീഡർ ആകാൻ പറ്റും.
നമ്മളെ താഴെ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും അവർക്ക് ഹൈഫ്ലേസ് മീറ്റിംഗിന്റെ ലിങ്ക് ഇട്ടുകൊണ്ട് അവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിന്റെ സീരിയസ് അവർക്ക് മനസ്സിലാവില്ല. ഹൈഫ്ലേസ് മീറ്റിംഗ് നിർബന്ധമായും അറ്റൻഡ് ചെയ്യുന്ന ഒരു ടീം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വരുമാനം ഇല്ലാതെ പോകൂല. അതുകൊണ്ട് ഹൈഫ്ലേസ് മീറ്റിംഗ് ഇനി മഴക്കാലമാണ്. ഇന്ന് ആഗസ്റ്റ് 15 ഇന്ന് ഇടവം 15. ഇനി മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്. ശക്തമായ മഴ നമ്മൾ പ്രതീക്ഷിക്കണം. എന്നാലും ആ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതൊക്കെ ഓരോരോ കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ആരും ഇതുവരെ വിജയിച്ച ചരിത്രമില്ല. എക്സ്ക്യൂസുകൾ പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ ജീവിതത്തിൽ പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് എക്സ്ക്യൂസുകൾക്ക് പുറമെ പോകാതെ നമ്മളെല്ലാവരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കണം. അതിനാദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഡെയിലി അലാറം സെറ്റ് ചെയ്യുക. നമ്മളെ ഫോണിലൊക്കെ എല്ലാവർക്കും അലാറം ഉണ്ട്. അത് രാവിലെ എണീക്കുന്ന സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ മറന്നു പോകും. അതിന് 7 മണിക്ക് എല്ലാവരും ഡെയിലി അലാറം ഹൈഫ്ലേസ് മീറ്റിങ്ങിന് വേണ്ടി എല്ലാവരും ഫോണിലും സെറ്റ് ചെയ്യുക. അത് നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് എല്ലാവരും ഇനി കിടന്നുറങ്ങാതെ, നമുക്ക് വിജയിക്കാനുള്ള സമയങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇനി ടൈം ടേബിൾ വെച്ചുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന സമയത്ത് ഇന്ന റാങ്ക് അടിക്കണം, അതുപോലെ തന്നെ ഇന്ന സമയത്ത് ഇന്ന ഗോൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചുകൊണ്ട് അതിന്റെ മണിക്കൂറുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന ബോധ്യത്തോടു കൂടി ആരൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ആദ്യത്തെ വാക്കായ ലേൺ, നമ്മൾ പഠിച്ചെടുക്കണം. ഓരോരോ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിൽ എങ്ങനെയൊക്കെ കൂടുതലായിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒന്ന്, ഹൈഫ്ലേസ് മീറ്റിംഗിലേക്ക് ആളുകളെ കയറ്റുക. അതുപോലെ തന്നെ നമ്മളെ GTS, ഇപ്പോ കമ്പനിയുടെ GTSകളിലൊക്കെ നമുക്ക് എൻട്രി ഫ്രീ ആക്കി തന്നു കമ്പനി. ഇനി അവിടെ നമ്മൾ കാശൊന്നും കൊടുക്കണ്ട. കമ്പനിന്റെ GTS അല്ലാതെ നമ്മളെ നാടുകളിൽ നടക്കുന്ന ചെറിയ ചെറിയ BOP പോലുള്ള ആളുകളൊക്കെ അവിടെയുള്ള ലീഡേഴ്സ് നടത്തുന്ന പ്രോഗ്രാമാണ്. അതിന്റെ കാശ് നമ്മൾ കൊടുക്കണം. NDO സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ കാശ് കൊടുക്കണം. കമ്പനി GTS ഒക്കെ നമുക്ക് കാശ് ഫ്രീ ആക്കി തന്നു. അതുകൊണ്ട് നല്ലൊരു കയ്യടി നമ്മുടെ കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. എല്ലാ ജില്ലകളിലുള്ള കമ്പനി GTS നമുക്ക് ഫ്രീ ആയിട്ടാണ് എൻട്രി. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മാക്സിമം ആളുകളെ ആ GTSലേക്ക് പമ്പ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഇതിൽ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം. ഈ 2 കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിനിപ്പോ കൂടുതൽ നോളജ് വേണ്ട. നമ്മളെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അവരെ വിളിച്ചുണർത്തുക. ഒന്നാമത്തെ, രാവിലെ തന്നെ ഹൈഫ്ലേസ് മീറ്റിംഗിലേക്ക് വിളിച്ചുണർത്തുക. എല്ലാവരെയും പങ്കെടുക്കുക. അവരോട് ബെറി സ്റ്റാർ ആണെങ്കിൽ ബെറി സ്റ്റാറിന്റെ താഴെയുള്ള ആളുകളെ ആ ബെറി സ്റ്റാർ പങ്കെടുപ്പിക്കുക. അതുപോലെ തന്നെ TC എബോ ആളുകളൊക്കെ താഴെയുള്ള ഓരോ ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ട് അവരെ താഴെ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഈ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നിരന്തരമായ ഫോളോ അപ്പിലൂടെ ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാത്തൊരു ടെൻഷൻ വരുമല്ലോ, അതേ രൂപത്തിലുള്ള ഒരു ടെൻഷൻ ആയിട്ട് മാറും. അത് എങ്ങനെയാ ചോദിച്ചാൽ, ഇത് 40 ദിവസം മുടങ്ങാതെ ഹൈഫ്ലേസ് മീറ്റിംഗിൽ നമ്മൾ പങ്കെടുപ്പിക്കുക. അത് ടാർഗറ്റ് വെക്കുക. ഈ 40 ദിവസം എന്റെ ഓർഗ് 1-ൽ നിന്നും ഓർഗ് 2-ൽ നിന്നും ചുരുങ്ങിയത് പുതിയ 10 ആളുകളെ ഞാൻ പങ്കെടുപ്പിക്കും. നിസാര കാര്യമാണ്. ഇത് ടാർഗറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ഡയറിയിൽ ആളുകളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് നമ്മൾ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വരുമാനം കിട്ടും, ഉറപ്പാണ്. ഇത് സിമ്പിൾ കാര്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് ഇതൊന്നും ചെയ്യരുത്. ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ 100% വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. രണ്ടാമത്, GTS നടക്കുന്ന സമയത്ത് എത്ര ആളുകളാണ് നമ്മുടെ ഓർഗ് 1-ലും ഓർഗ് 2-ലും GTSൽ പങ്കെടുക്കുന്നത്, അതാണ് നമ്മുടെ വരുമാനം. അതുകൊണ്ട് തന്നെ അതൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് എന്റെ വരുമാനം വാങ്ങുന്ന സൈഡിൽ നിന്നും വരുമാനം ഇൻകം സൈഡും പവർ സൈഡും ഒക്കെ നോക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം വേണമെങ്കിൽ എത്ര ആളുകളെ പങ്കെടുപ്പിച്ചാലാണ് കിട്ടുക എന്ന് നമ്മുടെ അപ്പിലെ ലീഡേഴ്സുമായി സംസാരിച്ചുകൊണ്ട് ആ ടാർഗറ്റ് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൈഫ്ലേസ് മീറ്റിംഗിലും നമ്മുടെ GTSലും നമ്മുടെ NDOകളിലും എല്ലാ പ്രോഗ്രാമുകളിലും ആളുകളെ പമ്പ് ചെയ്തുകൊണ്ട് അതിന്റെ സീരിയസ് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൽ ഏറ്റവും വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം,
കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കുക. എല്ലാവരും നേരിട്ട് വിളിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു വർക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക. ഇനിയിപ്പോ GTS ആണെങ്കിൽ അതിന്റെ തലേ ദിവസം ഒരു അരമണിക്കൂർ വിളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഹൈഫ്ലേസ് മീറ്റിംഗിന്റെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റുകൊണ്ട് നമ്മുടെ ടീമിനെ മുഴുവനും വിളിച്ചുകൊണ്ട് അതിൽ പങ്കെടുപ്പിക്കുക. ഇത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ കറക്റ്റായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. ലേൺ നിർബന്ധമാണ്. ഒരു ലീഡർ ആകാൻ ആദ്യമായിട്ട് വേണ്ടത് അറിവുകൾ സമ്പാദിക്കുക. അറിവുകൾ സമ്പാദിക്കാൻ അറിവ് പറയുന്ന സ്ഥലത്തേക്ക് ആളുകളെ കൊണ്ടുപോയി ഇരുത്തിയാൽ മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമുകൾ. രണ്ടാമതായി നല്ല നല്ല വീഡിയോസുകൾ നമ്മൾ യൂട്യൂബിൽ കിട്ടും. അത് നമുക്ക് നമ്മുടെ ടീമിന് അയച്ചു കൊടുക്കുക. ഉദാഹരണം പറയാം, നെക്സസ് എന്ന പ്രോഗ്രാമിൽ ഒരുപാട് ലീഡേഴ്സ് WTC, ITC, റോയൽ ഡയമണ്ട് തുടങ്ങിയ ഒരുപാട് ലീഡേഴ്സുകൾ സംസാരിച്ചത് യൂട്യൂബിൽ ഇന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ദിവസവും ഓരോന്ന് നമ്മുടെ ടീമിലേക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക. അതിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ആ ലീഡർ പറഞ്ഞ ഇന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കണം. അപ്പോഴാണ് അത് നമ്മൾ വിട്ടുകൊടുക്കുന്ന കാര്യങ്ങൾ അത് കാണുന്നുണ്ട് എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്, അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഡിസ്ട്രിബ്യൂട്ടർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. ബുക്കുകൾ വായിക്കുക, നല്ല നല്ല ബുക്കുകൾ. അത് ലീഡേഴ്സുമായി സംസാരിച്ചുകൊണ്ട് ഏതൊക്കെ ബുക്കാണ് ഈ സമയത്ത് ഞാൻ വാങ്ങേണ്ടത് എന്ന് ലീഡറോട് ചോദിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മൾ ആ ബുക്കുകൾ വായിക്കുക. വായന വലിയ ഒരു നമുക്കിതിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് വായന. വായന കൂടുന്തോറും നമുക്കിതിൽ ലീഡർഷിപ്പ് കൂടും. കാരണം വിജയിച്ച ആളുകളുടെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ് നമുക്ക് കിട്ടുന്ന ബുക്കിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 60 വയസ്സ് വരെ ജീവിച്ച ഒരാള് ഒരു ബുക്ക് എഴുതിയാൽ ആ 60 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആ ബുക്കിലൂടെ നമുക്ക് കിട്ടുന്നത്. അവർ വിജയിച്ചത് എങ്ങനെയെന്ന് അതിലുണ്ടാകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഓരോ ബുക്കുകൾ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സുമായി സംസാരിച്ചുകൊണ്ട് ആ ബുക്കുകൾ നമ്മൾ കൈവശപ്പെടുത്തുകയും അത് വായിക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക. ഒരു വട്ടം വായിച്ചാലൊന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. അത് ആവർത്തിച്ച് വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പോയിന്റുകൾ, ഒരു വട്ടം വായിച്ചു കിട്ടിയ പോയിന്റ് അല്ല അടുത്ത വായനയിൽ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ വീണ്ടും വായിച്ചുകൊണ്ട് നമുക്കിതിൽ വളരാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ലീഡർഷിപ്പ് കൂട്ടാൻ മറ്റൊരു മാർഗമാണ് നിരന്തരമായ വായന. അതുപോലെ തന്നെ അപ്ലൈനുമായി ഇരുന്നു കൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചുകൊണ്ട് എക്സ്പീരിയൻസിലൂടെയും അവരുടെ വാക്കിലൂടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിവുകൾ ലഭിക്കും. അതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായിക്കൊണ്ട് നമുക്കിതിൽ പ്ലാൻ പറയാൻ പഠിക്കണം. എന്നും ഒരു ലീഡറെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ഇത് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ് താഴെ പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പ്ലാൻ പറയാൻ പഠിക്കണം. അതിനുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ പ്ലാൻ പറയുന്ന സമയത്ത് പ്ലാൻ പറയുന്ന സമയത്ത് അവരെ അടുത്തേക്ക് പോയിക്കൊണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് പറയുന്നത്, ആദ്യം ഏത് പോയിന്റാണ് പറയുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് അത് പഠിച്ചെടുക്കണം. ഇതിങ്ങനെ ഒരു 5-6 പ്ലാന് നമ്മൾ ഒരുമിച്ച് 1 to 1 ആണെങ്കിലും ഹോം മീറ്റിങ്ങിലാണെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അത് പഠിച്ചെടുക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ തന്നെ പ്ലാൻ പറഞ്ഞ് തുടങ്ങണം. ഞാൻ പറയുന്നു, ഇന്ന് പ്ലാൻ പറയാൻ പറ്റിയ എക്സ്പീരിയൻസ് ഉള്ള ധൈര്യമുള്ള ആളുകൾ നമ്മളെ താഴെ വരുമ്പോഴാണ് നമുക്ക് ഇതിൽ പാസീവ് ഇൻകം ലഭിക്കുക. ഇതിൽ ഒരുപാട് വരുമാനമുണ്ട്. ഇതിൽ ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും ഉണ്ട്. ഇതിൽ പാസീവ് ഇൻകം എങ്ങനെ കിട്ടുക വെച്ചാല് നല്ല എനർജറ്റിക് ആയ നല്ല വിശ്വാസമുള്ള കഴിവുള്ള ലീഡേഴ്സ് നമ്മളെ താഴെ വരുമ്പോഴാണ് നമുക്കിതിൽ പാസീവ് ഇൻകം ലഭിക്കുക. അതിന് TC ആകണോ ATC ആകണോ ഒന്നുമില്ല. ഈ ആളുകളെ കയ്യിൽ കിട്ടിയാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ക്ലോസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ നമ്മളെ താഴെ വരുമ്പോഴാണ് നമുക്ക് ഇതിൽ താഴെ ലീഡേഴ്സ് വരുമ്പോഴാണ് നമ്മൾക്ക് വലിയ ലീഡർഷിപ്പിലേക്ക് ഉയരാനും നമുക്കിതിൽ നല്ല രൂപത്തിൽ വരുമാനം ലഭിക്കാനും സാധിക്കുള്ളൂ. ഇന്ന് ഞാൻ ഒറ്റക്കാണ് പ്ലാൻ പറയുന്നതെങ്കിൽ അതിന്റെ ഇൻകേ നമുക്ക് കിട്ടുള്ളൂ. എന്റെ താഴെ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓർഗ് 1-ൽ ഒരു 50 STC എബോ ലീഡേഴ്സും ഓർഗ് 2-ൽ ഒരു 50 STC എബോ ലീഡേഴ്സും അവരെ താഴെ കുറെ ZTCയും DTC അതുപോലെ ATC TC തുടങ്ങിയ ഒരുപാട് ആളുകളെ സ്വന്തമായി കൊണ്ട് കയ്യിൽ പേനയും അതുപോലെ തന്നെ ബോർഡും എടുത്തുകൊണ്ട് ആരൊക്കെ ഫീൽഡിൽ ഇറങ്ങുന്നുണ്ടോ അതാണ് നമുക്കിതിലെ അസറ്റ്.
അത് ക്രിയേറ്റ് ചെയ്യുക തന്നെ വേണം. അതിന് നമ്മൾ കഴിവുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലീഡർഷിപ്പിലേക്ക് ഉയർത്തി കൊണ്ടുവരണം. അവരെ നോളജ് കൂട്ടുക, അവരെ ലീഡർഷിപ്പിലേക്ക് ഉയർത്തുക. അപ്പോ പ്ലാൻ പറയാൻ പഠിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. എല്ലാവരും ബിസിനസ് 100% ഏറ്റെടുത്ത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. കഴിവുള്ള ആളുകളെ, ഇപ്പോ 10 ആള് വന്ന് ആ 10ാമത്തെ ആളായാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയ ലീഡർ ആക്കണതെങ്കിൽ ആ 10ാമത്തെ ആളുകളുടെ കഴിവ് മറ്റുള്ള 9 ആൾക്കും ഉപകാരപ്പെടും. അതാണ് ഈ ബിസിനസ്. 100ാമത്തെ ആൾക്ക് ഒരു ലക്ഷം ക്ലോസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ബാക്കി 99 ആളുകൾക്കും ആ 1 ലക്ഷം ക്ലോസ് ചെയ്തതിന്റെ ഉപകാരം കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഏറ്റവും ഡെപ്തിൽ പോയിക്കൊണ്ട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. നല്ല ആളെ കിട്ടുമ്പോൾ അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ അടുത്ത ആളെ പിടിക്കാൻ പോകരുത്. അവരെ നമ്മൾ പ്രോഗ്രാമുകളിലും പിന്നെ എല്ലാ NDOകളിലും അതുപോലെ തന്നെ കൂടെ കൂട്ടിക്കൊണ്ട് അവരെ വലിയൊരു ലീഡറാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നമുക്കിതിൽ വലിയ ഒരു ലീഡർഷിപ്പിലേക്ക് നമുക്കും ഉയരാൻ സാധിക്കും. അതുകൊണ്ട് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലൈനുമായി സംസാരിച്ചുകൊണ്ട് ഇന്ന ആളെ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അഭിപ്രായം എന്താണ്, അവർക്ക് ഇന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട്, അവർ നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കുന്നുണ്ട്, ഹൈഫ്ലേസിൽ പറയുന്ന സമയത്ത് ഹൈഫ്ലേസിൽ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ NDOകളിലും ട്രെയിനിങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ലീഡർ ആകണം. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എത്ര ക്വാളിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല, അവരെ നമുക്ക് ലീഡർ ആക്കാൻ സാധിക്കൂല. നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് ഇനി ഒരു കഴിവില്ലെങ്കിലും ആ കഴിവ് വെച്ചുകൊണ്ട് അവരെ ലീഡർഷിപ്പിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കും. അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വരുമാനം കൂടും. അങ്ങനെയുള്ളൊരു ബിസിനസ്സിലാണ് നമ്മൾ എല്ലാവരും എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് പ്ലാൻ പറയാൻ പഠിക്കുക. ഇതിലുള്ള ഐഫ്ലേസിൽ ഈ കേൾക്കുന്ന എല്ലാവരും പ്ലാൻ പറയാൻ പഠിക്കണം. അവസരം കിട്ടുമ്പോൾ ആരും തന്നെ തട്ടിക്കളയരുത്. ആദ്യമായി തന്നെ മുഴുവൻ പ്ലാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പുതിയ ആളുകളോട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് പറയണം. നിങ്ങൾ ഇന്ന പ്രൊഡക്റ്റ്, ഇപ്പൊ കവചപ്രാശത്തിന് ഇപ്പൊ മഴക്കാലാണല്ലോ, കവചപ്രാശം കൂടുതൽ ഉപകാരപ്പെടുത്തുന്ന ജീവിതശൈലി രോഗങ്ങൾ, മഞ്ഞപ്പിത്തം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ അഭിമുഖീകരിക്കുന്ന സമയമാണ് ഈ മഴക്കാലം തുടങ്ങുന്ന സമയത്ത്. ഈ സമയത്ത് നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകളൊക്കെ സീരിയസ് ആയിക്കൊണ്ട് ആ പുതിയ ഡിസ്ട്രിബ്യൂട്ടറോട് പറയാം. ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പറയാം, ഇൻകം പ്ലാൻ ലീഡർ പറയാം. അങ്ങനെ പതുക്കെ നമ്മൾ ഈ ലീഡർഷിപ്പിലേക്ക് ഉയർത്തി കൊണ്ടുവരിക. പിന്നെ പ്രൊഡക്റ്റ് പറയുന്നതിന് പകരം പിന്നെ ഇൻകം പ്ലാൻ പറയാ. അതുപോലെ തന്നെ ഈ 5000 രൂപക്ക് ജോയിൻ ചെയ്താലും ഹോം ഷോപ്പിൽ എടുത്തുകൊണ്ട് ജോയിൻ ചെയ്താലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേറൊരു സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുക. ഇങ്ങനെ പതുക്കെ നമ്മൾ നമ്മുടെ കഴിവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതോടുകൂടി നമുക്ക് എന്താക്കാം, ഇതില് വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഇപ്പൊ ലീഡർ തന്നെ, ഞാൻ തന്നെ ഒക്കെ പറഞ്ഞോളാം, മറ്റാളെ നമ്മൾ ഒന്നിനും കൂട്ടാതെ അവരെ കൂടെ കൊണ്ടിങ്ങനെ നടന്ന് അവർക്ക് വരുമാനം കിട്ടിയില്ലെങ്കിൽ അവർ നിർത്തിപ്പോകും. അതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് ആഴ്ച വരുന്ന വരുമാനമാണ്, മാസത്തിൽ വരുന്ന വരുമാനമാണ്. അത് നമുക്ക് നേടിക്കൊടുക്കാനുള്ള കഴിവിനെ ഉണ്ടാക്കി കൊടുക്കലാണ് ഇതിൽ ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത്. ഒരു മീൻ പിടിച്ചു കൊടുക്കുന്നതിന് പകരം മീൻ പിടിക്കൽ പഠിപ്പിച്ചു കൊടുത്ത് ഒരു വലയും കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള മീനിനെ പിടിക്കും. അതാണ് ഈ ബിസിനസ്. നമുക്ക് ഇതിൽ ക്ലോസിംഗ് ആണ് മെയിൻ ഘടകം. അതൊക്കെ നമ്മൾ പതുക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാനും പ്ലാൻ പറയാനും അതുപോലെ തന്നെ ലീഡർഷിപ്പിലേക്ക് ഉയർത്താനൊക്കെ നമുക്ക് താഴെയുള്ള ആളുകൾക്ക് കഴിവുണ്ടാക്കി കൊടുത്താൽ നമുക്ക് നമ്മുടെ കഴിവായിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അവസരങ്ങൾ കൊടുക്കുക. കിട്ടുന്ന അവസരങ്ങൾ ആരും വിട്ടുകളയരുത്. അത് എപ്പോഴും കിട്ടണമെന്നില്ല. കിട്ടുന്ന അവസരം ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നോ അവരാണ് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതിൽ എല്ലാവർക്കും ലീഡർ ആകാൻ പറ്റും. അവസരങ്ങൾ കിട്ടുമ്പോൾ അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക. എക്സ്ക്യൂസുകൾ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് കാലാകാലം എക്സ്ക്യൂസുകൾ തന്നെ ഉണ്ടാവുള്ളൂ. എക്സ്ക്യൂസുകൾ കൊണ്ട് ആരും ഇവിടെ വിജയിച്ച ചരിത്രമില്ല. ഇപ്പൊ ഹൈഫ്ലേസ് മീറ്റിംഗ് എടുക്കാൻ പറയുന്ന സമയത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് എനിക്ക് മാറി നിൽക്കാൻ പറ്റും. പക്ഷെ ലീഡർ പറയുമ്പോൾ അത് 100% ഞാൻ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ആളുകളെ ഹോൾഡ് ചെയ്യാനും ഒരുപാട് ആളുകൾക്ക് ലീഡർഷിപ്പും കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ MC ആകാനും പ്ലാൻ പറയാനും ഒക്കെ കിട്ടുന്ന അവസരം ചാടിപ്പിടിക്കുക. അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിലൂടെ നമുക്ക് വലിയ ലീഡർഷിപ്പിലേക്ക് ഉയരാൻ സാധിക്കും. ഒരു ലീഡർ 1, 2, 3 പ്രാവശ്യമൊക്കെ നമ്മളോട് പറയുള്ളൂ. പിന്നെ അടുത്ത സാധ്യതയുള്ള ആളുകൾ വരുമ്പോൾ അവരെ പിടിക്കും. അപ്പൊ നമ്മൾ എന്താക്കുന്നത്, ഒരിക്കലും തന്നെ കിട്ടുന്ന അവസരം കളയാൻ പാടില്ല, അത് ചാടിപ്പിടിക്കുക.
അതന്നെയാണ് ഒരു ലീഡർഷിപ്പിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ വളരാൻ സാധിക്കും. അപ്പൊ നമുക്ക് പ്ലാൻ പറയാൻ ഒരു ലീഡറെ കിട്ടി. ഇനി ഈ പ്ലാൻ പറയുന്ന ലീഡറെ കുറെ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടത്, അതായത് ചേഞ്ച് ആണ് ഈ ബിസിനസ്സിൽ വേണ്ട മറ്റൊരു ഘടകം. അതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറാകണം. ഇപ്പോൾ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നെ ആരും മൈൻഡ് ചെയ്യാത്ത രൂപത്തിലായിരുന്നു. ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാതെ, ഇപ്പം പിന്നെ പ്ലംബിങ് വയറിങ് ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള യൂണിഫോം, അതുപോലെ തന്നെ മദ്രസ അധ്യാപകരാകുന്ന സമയത്തുള്ള യൂണിഫോം, കരാട്ട ക്ലാസിന്റെ യൂണിഫോം, അതുപോലെ തെങ്ങ് കയറ്റത്തിന്റെ യൂണിഫോം, ഇതൊക്കെ ഓരോന്നിനു വേണ്ട യൂണിഫോമാണ്. ഇപ്പോ ആ യൂണിഫോം ഇടുമ്പോഴാണ് അതിൻ്റെതായ ഒരു ധൈര്യം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഒരു പോലീസുകാരന് ഞാനൊരു പോലീസാണെന്ന് തോന്നണമെങ്കിൽ അതിൻ്റെതായ ഡ്രസ്സിൽ നിൽക്കുമ്പോഴേ ആ ബഹുമാനവും കാര്യമൊക്കെ നമ്മൾ കൊടുക്കുള്ളൂ. അതേ രൂപത്തിൽ തന്നെ ഡയറക്ട് സെല്ലിങ്ങിന് ഒരു യൂണിഫോം ഉണ്ട്. അത് ലീഡേഴ്സ് ധരിച്ച യൂണിഫോമാണ്. അത് നമ്മൾ ധരിക്കുക. അല്ലാതെ ഇതിൽ ആരും ലീഡർ ആവൂല. ഇപ്പൊ ഞാന് വലിയ റാങ്കൊക്കെ മാറി ഈ സാധാ തുണിയും ഷർട്ടും മാത്രമാണെങ്കിൽ എനിക്ക് പിന്നെ അടുത്ത റാങ്കിലേക്ക് മാറാൻ സാധിക്കൂല. ഇപ്പോൾ ഞാൻ ഏതാണോ അതാണ് ഇന്ന് എന്റെ റാങ്ക്. എന്റെ യൂണിഫോം ആണെങ്കിലും എന്റെ പിന്നെ നോളജ് ആണെങ്കിലും അതുപോലെ തന്നെ എന്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ എനിക്കുള്ള അറിവിനനുസരിച്ച് റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. ഇനി വലിയ റാങ്കിൽ ഇപ്പൊ മുബീൻ സാറൊക്കെ വലിയ റാങ്കില് റോയൽ ഡയമണ്ട് ഒക്കെ ആയത് അത്രത്തോളം നമുക്ക് യൂണിഫോമിലാണെങ്കിലും നോളജിലാണെങ്കിലും ഒരുപാട് വായിച്ച് വളർന്നതിന്റെ ഒരു തെളിവാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ടീമിലുള്ള ഓരോരോ ലീഡേഴ്സും, ഇപ്പൊ നമ്മളെ നിഷാന്ത് സാറാണെങ്കിലും അൽതാഫ് സാറാണെങ്കിലും അതുപോലെ തന്നെ ആയിഷ മാഡം തുടങ്ങിയ ഓരോരോ ലീഡേഴ്സും ആ ലീഡർഷിപ്പിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവരുണ്ടാക്കിയ നോളജിന്റെയും അവരുണ്ടാക്കിയ മാറ്റത്തിന്റെയും റിസൾട്ടാണ്. ഇങ്ങനെ മാറാൻ റെഡിയാകാതെ ഒരാളും ഇതിൽ വിജയിക്കൂല. ചില ആളുകൾക്ക് പ്ലാൻ പറയാൻ പോകുന്നത് നമ്മളെ തുണിഷാപ്പിൽ നിന്ന് കിട്ടുന്ന സഞ്ചിയില് പ്രൊഡക്റ്റ് ബുക്കും അതുപോലെ തന്നെ ഒരു ചെറിയ 2 രൂപേന്റെ പേന, അതിന് ടോപ്പ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള സാധനമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് ഈ 2,10,000 കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരും വരൂല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നല്ല ഡ്രസ്സ് ധരിക്കുക. ആ ഡ്രസ്സിൽ പിന്നെ എപ്പോഴും പുതിയ ഡ്രസ്സ് തന്നെ ധരിക്കണം. എല്ലാ ഡ്രസ്സും നല്ല നീറ്റായി നല്ല ഫുൾ സ്ലീവ് ഡ്രസ്സും അതുപോലെ ഇൻസൈഡൊക്കെ ആക്കി ഇപ്പൊ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ യൂണിഫോമിൽ നമ്മൾ ഇറങ്ങണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റും. നാട്ടിലല്ലേ നേരത്തെ കള്ളിത്തോണിയും ബനിയനൂട്ടി നമ്മൾ ഇറങ്ങരുത്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇതിനാണെങ്കിൽ ഇതിന്റെ യൂണിഫോം ധരിച്ച് തന്നെ ഇറങ്ങണം. അതായത് ഇത് നമ്മൾ കാണുന്ന സമയത്ത് തന്നെ ഈ ബിസിനസ് നല്ലതാണെന്ന് അവർക്ക് തോന്നണമെങ്കിൽ ആ ഡ്രസ്സ് ധരിച്ചേ പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്ക് എന്നോ ജോയിൻ ചെയ്ത അന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് ബുക്ക, അതിന്റെ ചട്ടിയൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറെ കീറിയതും പറഞ്ഞതും പ്രൊഡക്റ്റ് കാണിക്കുന്ന സമയത്ത് ഒന്നായിട്ട് അതിന്റെ പിന്നൊക്കെ പൊട്ടിയത് ചാടി വീകുന്ന അന്ന് തന്നെ അവർ മനസ്സിലാക്കും ഈ ബിസിനസിന്റെ ഇത്രയൊക്കെ അതുള്ളൂ. അതുകൊണ്ട് നല്ല നീറ്റായ പ്രൊഡക്റ്റ് ബുക്കൊക്കെ പുതിയ വിലയിലും പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ഉള്ള ഒരുപാട് പ്രൊഡക്റ്റ് ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വാങ്ങി നമ്മൾ കൈവശം വെക്കുക. അതുപോലെ തന്നെ ഓരോരോ ഇതിന് വേണ്ട ടൂളുകളും നമുക്കൊരു ബാഗിലാക്കിക്കൊണ്ട് ആ ടൂൾ കിറ്റ് ഇനി ഒന്നും മറക്കാൻ പാടില്ല. അതിലെല്ലാം ഉണ്ടാകും. അതിൽ നമുക്ക് യൂണിഫോം ഉണ്ടാകും, പ്രൊഡക്റ്റ് ബില്ലാക്കാനുള്ളത് ഉണ്ടാകും, നല്ല പേന ഉണ്ടാകും, അതുപോലെ നല്ല പ്രൊഡക്റ്റ് ബുക്ക് ഉണ്ടാകും, അതുപോലെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ബ്രോഷറി, ഈ സാധനങ്ങളൊക്കെ ഉള്ള ഒരു കിറ്റ് നമ്മളെ കയ്യിൽ വേണം. ഇതാണ് ഇതിന് വേണ്ട ടൂള്. അതുപോലെ നല്ല ഫോണ്. ചില ആളുകളെ വിളിച്ചാൽ കിട്ടൂല. ഈ വിളിച്ചാൽ കിട്ടാതിരിക്കുന്ന ഒരു ഫോണും സിമ്മും ഒക്കെ ആണെങ്കിൽ അവരെ ബിസിനസ്സിന് അത് സീരിയസ് ആയിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇടപെടുന്ന സ്ഥലത്ത് റേഞ്ചുള്ള ഒരു സിമ്മ് എല്ലാവരും വാങ്ങണം. അതുപോലെ തന്നെ ചില വാക്കുകൾ കേൾക്കും, ചില വാക്കുകൾ കേൾക്കൂല. അങ്ങനെയുള്ള ഫോണുകൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എത്ര ബിസിനസ് ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് വളരാൻ സാധിക്കൂല. അതുപോലെ എല്ലാ സമയത്തും നമ്മളെ ഫോണിൽ നെറ്റ് അവൈലബിൾ ആകണം. നമ്മളെ ബീവി കാണാനും നമ്മൾ താഴെ വന്ന ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കാനും ഒക്കെ എപ്പോഴും നമ്മളെ ഫോണ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ വിളിക്കുന്ന സമയത്ത് എല്ലാ വാക്കുകളും കേൾക്കുന്ന ഫോണാണ്. ചില ആളുകളുടെ ചിലപ്പോൾ നല്ല സൗണ്ടിൽ കേൾക്കും, പിന്നെ സൗണ്ട് പോകും. ഇങ്ങനെയുള്ള കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒന്നാമത്തെ ഒരു ഡ്രീമായി നമ്മൾ നല്ലൊരു ഫോണ് എഴുതി വെച്ചുകൊണ്ട് അത് അച്ചീവർ ആകുക. ഏത് പുതിയ ആൾക്കാർക്കും അങ്ങനെയുള്ള ഡ്രീമൊക്കെ അച്ചീവർ ആയിക്കൊണ്ട് ഇതിലുള്ള ടൂളുകൾ ആദ്യം കളക്ട് ചെയ്യുക. അതാണ് ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത്. ഡ്രസ് കോഡ് വേണം, നല്ല ടൂള് വേണം.
ഇതാണ് ഇതിന് വേണ്ടത്. അതൊക്കെ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വളരാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് കാര്യം, നമുക്ക് പോകുന്ന സമയത്തൊക്കെ ഫ്രഷ് മൈൻഡ് വേണം. നല്ല മൈൻഡോട് കൂടിയാണ് നമ്മൾ ക്ലാസ് കൊടുക്കേണ്ടതും അതുപോലെ തന്നെ ക്ലാസ് കേൾക്കേണ്ടതും. ഫ്രഷ് മൈൻഡ് ആയിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്നും അവിടെ കാണിക്കാനും അവരോട് പറയാനും ഡിസ്ട്രിബ്യൂട്ടറോട് പറയാനും പാടില്ല. നമുക്ക് പ്രശ്നങ്ങളും പലതും ഉണ്ടാകും. അതൊക്കെ നമ്മൾ അവരുടെ അടുത്ത് കെട്ടയച്ചു കഴിഞ്ഞാല് അവരെ പ്രശ്നം നമുക്കും കെട്ടയക്കും. അങ്ങനെ അന്ന് ആ പ്രശ്നങ്ങൾ മാത്രം ചർച്ചയായിട്ട് മാറും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് അതൊരു ആകെ ഒരു അങ്കാപ്പിലാക്കിക്കൊണ്ട് ടെൻഷന് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാക്കി മാറ്റരുത്. അപ്പൊ ഒക്കെ എപ്പോഴും ഫ്രഷ് മൈൻഡോട് കൂടി തന്നെ പ്ലാൻ കൊടുക്കുകയാണെങ്കിലും ഹോം മീറ്റിംഗ് ആണെങ്കിലും അടിപൊളിയായിക്കൊണ്ട് നമ്മളെ മൈൻഡ് സെറ്റ് ആക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഈ നമ്മൾ പ്ലാൻ കൊടുക്കുന്ന ആള് ആ വീട്ടിലെ തീരുമാനം എടുക്കാൻ പറ്റുന്ന ആളാണോ അല്ലയോ എന്ന് കൊണ്ടുപോകുന്ന ആളോട് ചോദിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കണം. ചില ആളുകൾ ഉഷാറായി പ്ലാനൊക്കെ പറഞ്ഞ് അവസാനമായിരിക്കും ആ വീട്ടിലെ തീരുമാനമെടുക്കുന്ന ആള് വരുന്നത്. അവരോട് ചോദിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്യണ്ട, അത് അവിടെ പറഞ്ഞതാണ്, അത് ഒരുപാട് ആൾക്കാർ ചെയ്തതാണ്, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റാണ് ഇതിന്റെ ആ തീരുമാനം എടുക്കാൻ പറ്റിയ ആള് ലാസ്റ്റാണ് വരിക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തീരുമാനം എടുക്കാൻ പറ്റുന്ന ആള് എപ്പോഴാണോ നമ്മളെ മുന്നിലിരിക്കുന്നത് ആ സമയത്ത് പ്ലാൻ കൊടുത്താൽ മതി. അപ്പോഴേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ചില വീട്ടിൽ ഭാര്യയായിരിക്കും തീരുമാനം എടുക്കുന്നത്, ചില വീട്ടിൽ ഭർത്താവായിരിക്കും തീരുമാനം എടുക്കുന്നത്, ചില വീട്ടിൽ മകനായിരിക്കും. അപ്പൊ ആ സമയത്ത് ആരാണോ അവിടെ തീരുമാനം എടുക്കാൻ പോകുന്നത് അവരെ മുന്നിലാണ് നമ്മുടെ പ്ലാൻ പറയേണ്ടത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ടീമിലൊക്കെ വന്നിട്ടുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ജോയിൻ ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആള് പിന്നെ അത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. മറ്റൊന്ന്, ഇരുന്ന ശേഷം ആദ്യം തന്നെ നമ്മൾ ഈ കള്ളി വരച്ചുകൊണ്ട് ESP പറയരുത്. ആദ്യം തന്നെ നമ്മൾ അവരുമായി സംഭാഷണം നടത്തണം, കുശലാന്വേഷണം നടത്തണം. അതായത് മുന്നറിയിപ്പ് പരിശോധന എന്ന് പറയും. ഈ മുന്നറിയിപ്പ് പരിശോധന നടത്തിയതിന് ശേഷമാണ് നമ്മൾ പ്ലാൻ പറയാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ മൈലൈഫ് തന്നെ ചെയ്ത ആളായിരിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പറയും ഞാനത് ചെയ്തതാണ്. അപ്പൊ അവരോട് അതല്ല സംസാരിക്കേണ്ടത്. ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ മുമ്പ് തന്നെ ഈ കുശലാന്വേഷണത്തിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിച്ചെടുക്കണം. എന്താണ് ഇയാളോട് പറയേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാർക്ക് നല്ല സമ്പത്ത് ഉണ്ടാകും, ഓരോട് പോയിട്ട് സമ്പത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു മൈൻഡ് ചെയ്യൂല. അപ്പൊ ചില ആൾക്കാർക്ക് അംഗീകാരമായിരിക്കും വേണ്ടത്, നല്ല സ്റ്റേജുമുള്ള അംഗീകാരം. അപ്പൊ അതിനെ കുറിച്ചാണ് അവരോട് പറയുന്നത്. അതുപോലെ ചില ആൾക്കാർക്ക് ഹാപ്പിനെസ് വേണ്ടി വരും. അപ്പൊ അതിനെക്കുറിച്ചുള്ള അത് പിന്നെ പോയിന്റ് ആക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് അവരോട് സംസാരിക്കേണ്ടത്. എല്ലാ ആളുകളോടും ഒരേ പ്ലാൻ അല്ല പറയേണ്ടത്, വ്യത്യസ്തമായ പ്ലാനുകൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്ലാൻ പറയുന്ന സമയത്ത്, ലീഡേഴ്സ് പ്ലാൻ പറയുന്ന സമയത്ത് നമ്മള് പിന്നെ പുറത്തു പോയി മറ്റുള്ളവരെ ഫോൺ വിളിക്കല്ല ചെയ്യേണ്ടത്. ഫോണിൽ കളിച്ചിരിക്കാനും പറ്റില്ല. നമ്മൾ അവരെന്താണോ പറയുന്നത് അത് സീരിയസ് ആയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ കേൾക്കുക. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. സീരിയസ് ആയിക്കൊണ്ട് നമ്മൾ ആ പ്ലാൻ കേൾക്കുക. അപ്പോഴേ ആ കേൾക്കുന്ന നമ്മളെ പ്രോസ്പെക്റ്റിനും അത് സീരിയസ് ആയിട്ട് കേൾക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ കൊണ്ടുപോയ ആള് എഡിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കണം. അതായത് നമ്മളെ പ്ലാൻ പറയുന്ന ആളെ പൊക്കി പറയാം. അതാണ് മറ്റൊന്ന്. അല്ലാതെ നമ്മളവിടെ കൊണ്ടുപോയി ഇരുന്നാണ്ട് പറഞ്ഞോളി തുടങ്ങിയോളി എന്ന് പറയലല്ല. ആദ്യം നമ്മളെ ഈ പ്ലാൻ പറയുന്ന ആളെ പരിചയപ്പെടുത്തണം. ചില ആളുകൾ പ്ലാൻ പറയാൻ കൊണ്ടുപോകുമ്പോ അവരെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രോസ്പെക്റ്റിനെ പൊക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും അല്ലാതാകും. അപ്പൊ പ്രോസ്പെക്റ്റ് കാലുമ്മക്കാലും കയറ്റി വെച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കൂടുന്നുള്ള രൂപത്തിലുള്ള ഒരു ഇരുത്താണ് ഇരിക്കുക. നമ്മളെ പിന്നെ ഗ്രൂപ്പിൽ വരുന്ന ഫോട്ടോസ് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവിടെ കൊണ്ടുപോയ ആള് പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് കൊണ്ടുപോകുന്ന ആള് അവരെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ലീഡറെ കുറിച്ച് ഇത് ഇന്ന ലീഡറാണ്, ഞങ്ങളെ കമ്പനിയിലെ ഗ്രേറ്റ് ലീഡറാണ്, ഇത്ര വരുമാനം വാങ്ങുന്ന ആൾ, ഇല്ലത് മാത്രം പറഞ്ഞാൽ മതി, ഇല്ലാത്തൊന്നും പറയണ്ട. ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് ആരോഗ്യം വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ലീഡറാണ്. അതുപോലെ ഞങ്ങളെ കമ്പനിയുടെ ഇന്ന റാങ്ക് അച്ചീവർ, റാങ്ക് ഒന്നും പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല, അതൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ഒരു ഓളം ആ വീട്ടിൽ ഉണ്ടാക്കണം. അപ്പോഴേ ഈ ലീഡർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുള്ളൂ, ഇതിൽ ക്ലോസിങ് എളുപ്പമാവുള്ളൂ. അപ്പോൾ കൊണ്ടുപോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ലീഡറെ എഡിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കണം, പ്രോസ്പെക്റ്റിനെ എഡിഫൈ ചെയ്യരുത്.
അത് ലാസ്റ്റ് പിന്നെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. അതിന്റെ ഇടയിൽ അവരെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ലീഡറെയാണ് എഡിഫൈ ചെയ്യേണ്ടത്. അത് നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം. അതില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് താഴെ പോകും. മറ്റൊന്ന്, പിന്നെ പേരെടുത്ത് സംസാരിക്കണം. ഇപ്പൊ പുതിയ ആളെ നമുക്ക് പേര് ചോദിക്കാം, എന്താ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. സംസാരിക്കുന്ന ഇടയിൽ ഇപ്പൊ എന്നെ പറ്റി പറയാൻ എന്താ, അങ്ങനെയല്ല ലത്തി ഉസ്താദ്, കാര്യങ്ങൾ അങ്ങനെയല്ല മുന്നോട്ട് പോകണം. ഇടക്കിടക്ക് നമ്മൾ പേരുകൾ എടുത്തുകൊണ്ട് സംസാരിച്ചാല് അവരുടെ മൈൻഡ് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകും. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെറും പ്ലാന് മാത്രമാക്കരുത്. അവരോട് ഇടക്കിടക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയും. ആ സമയത്ത് അവരെ ഉറക്കിൽ നിന്നും നമ്മളെ ശ്രദ്ധയിൽ നിന്നൊക്കെ നമുക്ക് നമ്മളെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. അത് ഇടക്കിടക്ക് അവരെ പേരുകൾ ചോദിക്കുക, ഇടക്കിടക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കുക. നമ്മൾ ഈ പ്രൊഡക്റ്റ് ബുക്ക് എടുത്ത് അതിലേക്ക് നോക്കിയല്ല സംസാരിക്കുന്നത്, അവരെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിച്ചാലാണ് ആ കണ്ണും കണ്ണും തമ്മിൽ ചേരുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് കയറാനുണ്ട്. ആ കണ്ണിലാണ് അതിന്റെ തിളക്കം വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ തിളക്കത്തോടുള്ള കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് നമുക്കിതിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ കരാട്ട അധ്യാപകനാകുന്ന സമയത്ത് ഒരാളെ പഞ്ച് എങ്ങോട്ടാ വരുന്നത്, കിക്ക് എങ്ങോട്ടാ വരുന്നത്, കണ്ണ് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അവിടെ ബ്ലോക്ക് ചെയ്താൽ മതി. അപ്പൊ അത് ഈ കണ്ണ് പ്രത്യേകമായ ഒരു കഴിവുണ്ട് കണ്ണിന്. അതുകൊണ്ട് തന്നെ അവരോട് എന്താണ് സംസാരിക്കേണ്ടത് കണ്ണിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യം കണ്ടെത്തണം. അതായത് ചില ആൾക്കാർക്ക് വരുമാനമായിരിക്കും ആവശ്യം, ചില ആൾക്കാർക്ക് ആരോഗ്യമായിരിക്കും ആവശ്യം, ചില ആൾക്കാർക്ക് അംഗീകാരമായിരിക്കും ആവശ്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് കണ്ടെത്തിയിട്ട് അതിനെ ബേസ് ചെയ്തുള്ള പ്ലാനാണ് അവർക്ക് കൊടുക്കേണ്ടത്. കണ്ണിൽ നോക്കി സംസാരിക്കുക. അതുപോലെ തന്നെ അലോരസപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കരുത്. അവരെന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗണനാ സംഭാഷണമായിട്ട് മാറരുത്. അവർ സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് നമ്മളെ കാര്യങ്ങൾ പറയുക. അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനെ നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് ലാസ്റ്റ് അത് അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് ഇങ്ങനെ ഒരു വശമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തർക്കമായിട്ട് മാറരുത് ഒരിക്കലും നമ്മളെ പ്ലാന് അവർ പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുക, നമ്മൾ പറയുന്ന സമയത്ത് അവർ കേൾക്കുക. ഇത്രയും കാര്യം ഞാൻ നിങ്ങളത് കേട്ടല്ലോ, ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളും കേൾക്കി എന്ന് പറയാം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കച്ചറയായിട്ട് മാറാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. നല്ല അലോരസപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കരുത്. അതുപോലെ തന്നെ നല്ല ഭാഷയിൽ സംസാരിക്കുക. നമ്മളെ നാട്ടിൽ സംസാരിക്കുന്ന ഭാഷയിൽ ഒരിക്കലും പ്ലാന് കൊടുക്കരുത്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ അളക്കും. നമ്മളിലുള്ള മാറ്റങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ നല്ല ഭാഷ സംസാരിക്കുക. അതുപോലെ തന്നെ കോൺഫിഡന്റ് വിടരുത്. നമുക്ക് എനർജി വേണം. എനർജി ഉടനെ കിട്ടുക നല്ല പ്രോഗ്രാമിൽ നിന്നാണ്. അതുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ ഏത് സമയത്ത് പ്രോഗ്രാമിൽ ലൈവ് ആയിരിക്കണം. നല്ല എനർജിക്കുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള സമയത്ത് കൈയടിക്കുക, കൂക്കി വിളിക്കുക, ആർത്ത് വിളിക്കുക. നല്ല എനർജി നമുക്ക് കിട്ടണം. അതിന് പ്രോഗ്രാമിൽ നിന്നാണ് അത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന നമ്മൾ വർക്ക് എടുക്കുന്ന പ്രോസ്പെക്റ്റ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും അവരൊക്കെ പ്രോഗ്രാമിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്കിതിൽ നല്ല എനർജി കിട്ടും. നമ്മളെ തലന്റെ ഉള്ളിൽ എത്രത്തോളം ഈ ബിസിനസ് കത്തുന്നോ അതാണ് നമ്മുടെ ഇൻകം, നമ്മുടെ വരുമാനം. അതുകൊണ്ട് വരുമാനം കുറഞ്ഞ് വീട്ടിലിരുന്നാൽ നമുക്ക് ഒരിക്കലും കൂട്ടാൻ സാധിക്കൂല. നമ്മള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുക, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പങ്കെടുപ്പിക്കുക. അപ്പോഴാണ് അവർക്ക് ഇതിൽ ചെയ്യാനുള്ള ബിലീഫ് ലെവൽ കൂടുള്ളൂ. ആ ബിലീഫ് ലെവൽ കൂടിക്കൊണ്ട് അന്ധമായ വിശ്വാസത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഇതിൽ ക്ലോസിങ് നടക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ക്ലോസ് ചെയ്യാൻ സാധിക്കൂല. ചില ഹോം മീറ്റിങ്ങുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് റിസൾട്ട് വരാത്ത കാരണം ആ സംഘടിപ്പിച്ച ഡിസ്ട്രിബ്യൂട്ടർ പ്രോഗ്രാമിൽ കയറാത്തത് കൊണ്ടാണ്. അവർക്ക് തന്നെ ഇത് നടക്കൂല എന്ന് സംശയം. പിന്നെ എങ്ങനെ അവർ മറ്റുള്ളവരുടെ കാശ് വാങ്ങൂല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാളും തന്നെ ലീഡറുടെ സംസാരത്തിലോ ലീഡറുടെ കഴിവിലോ കാശ് കൊടുത്ത ചരിത്രമില്ല. ആ കൊണ്ടുപോയ ആൾക്ക് എത്രത്തോളം കണക്റ്റും വിശ്വാസവും ഇതുമായിട്ടുണ്ട് അതിന്റെ തോത് അനുസരിച്ചാണ് അത് ക്ലോസിങ് നടക്കുള്ളൂ. അത് 35,000 ക്ലോസിങ്ങിനുള്ള ബിലീഫും അതുപോലെ തന്നെ അതിനുള്ള അറിവും ആ കൊണ്ടുപോയ ആക്കുണ്ടെങ്കിൽ 35,000 ക്ലോസ് ചെയ്യും. 5,000 അത് ക്ലോസ് ചെയ്യും. 500 അത് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയ ആളുകളെ വിടാതെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക. ഒരുപാട് സ്ഥലത്ത് BOPയും അതുപോലെ GTS ഉണ്ട്.
അവിടെയൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പ്രോഗ്രാമിൽ കേട്ടിട്ടില്ലെങ്കിൽ നാട്ടിൽ ഇതിനെക്കുറിച്ച് നെഗറ്റീവുകൾ പറയുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഇടയിലാണ് ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ ഇരിക്കുന്നത്. ആ നെഗറ്റീവുകളൊക്കെ കഴുകിക്കളയുന്ന ഒരു ക്ലീനിങ് ഇതാണ് അവിടെ നടക്കുന്നത്, GTS നടക്കുന്നത്. അത് ക്ലീൻ ആക്കാതെ മുന്നോട്ടുള്ള വഴി കാണാത്ത രൂപത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇനി ക്ലോസ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ആരും ക്ലോസ് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ആ കൊണ്ടുപോയ മീറ്റിംഗ് വെച്ച ആളെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് ക്ലോസിങ് എളുപ്പമാവുള്ളൂ. അയാൾക്കുള്ള ബിലീഫ് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അതിനനുസരിച്ചാണ് നമ്മുടെ ഇൻകം കൂടുക. അതുകൊണ്ട് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും വരുന്ന ശനിയാഴ്ചയാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും തൊട്ടടുത്ത GTS പങ്കെടുപ്പിക്കുക. ഇപ്പൊ GTS കാശൊന്നും വേണ്ടല്ലോ, അതിനോട് ആ നെഗറ്റീവ് ഒരു പറയില്ല. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെ വണ്ടി വിളിച്ചാണെങ്കിലും ആ പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കുക. പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത ലീഡറെ താഴെ നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവൂല, ക്ലോസിങ് നടക്കൂല, നമ്മളെ സമയം അങ്ങോട്ട് പോയി കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ സമയം വിലപ്പെട്ടതാണ്. ഓരോരോ ആൾക്കാരുടെയും സെക്കൻഡുകളും മണിക്കൂറുകളും വിലപ്പെട്ടതാണ്. നമ്മൾ എടുക്കുന്ന പണിക്ക് റിസൾട്ട് കിട്ടണം. അതിന് നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്ന സ്വഭാവം നമ്മൾ ഉണ്ടാകണം. അപ്പോഴാണ് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നല്ല കോൺഫിഡൻറ്റ് കിട്ടണമെങ്കിൽ, ക്ലോസിങ്ങിന് നല്ല എളുപ്പം കിട്ടണമെങ്കിൽ, കഴിവ് കിട്ടണമെങ്കിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ പ്ലാൻ പറഞ്ഞ ഉടനെ തന്നെയാണ് ക്ലോസിങ് നടത്തേണ്ടത്. അതിന് വേറെ ലീഡറെ നമ്മൾ എന്താക്കരുത്, ഏൽപ്പിക്കലല്ല വേണ്ടത്. പ്ലാൻ പറഞ്ഞ ഉടൻ തന്നെ ക്ലോസിങ് നടക്കണം. ആ വീട്ടിൽ നിന്ന് ഉള്ള കാശ് വാങ്ങിയിട്ടേ പോരാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ബാക്കിയുള്ള കാശ് ഒരു എടുത്തു തരുള്ളൂ. 500 ആണെങ്കിൽ അത് വാങ്ങാം, 10,000 ആണെങ്കിൽ അത് വാങ്ങാം, ഇനി 25,000 മൊത്തം ഉണ്ടെങ്കിൽ അത് വാങ്ങാം. ഹോം ഷോപ്പിങ്ങുള്ള കാശ് മൊത്തം ആ വീട്ടിലുണ്ടെങ്കിൽ അല്ല ബാങ്കിലായിരിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ക്ലോസ് ചെയ്യണം. അതിന് വേറെ ദിവസം വെക്കും തോറും നമ്മുടെ ക്ലോസിങ് പിറകോട്ട് പോയിക്കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകും. എടുത്ത പണിക്ക് റിസൾട്ട് ഇല്ലാതായി മാറും. അതുകൊണ്ട് അപ്പൊ തന്നെ ക്ലോസിങ് നടക്കണം. ക്ലോസിങ്ങിനുള്ള സമയം പ്ലാനിൽ നമ്മൾ കണ്ടെത്തണം. ഫുള്ള് പ്ലാൻ പറഞ്ഞ് അവസാനം ക്ലോസിങ്ങിന് സമയമില്ലെങ്കിൽ ആ പ്ലാൻ വെറുതെയായി മാറും. അത് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ഞാനിത് ഏതാൾ തീരുമാനം എടുത്ത ആളാണെന്ന് കൊണ്ടുപോയ ആള് പറയണം, ഇല്ല കാശ് ഇപ്പൊ കൊടുക്ക്, അല്ലെങ്കിൽ കാശ് ഇന്ന ആളോട് വാങ്ങി എന്തെങ്കിലും കാട്ടിച്ച് ഇപ്പൊ കൊടുക്കുക, കാരണം പുതിയ ജോയിനിങ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രൂപത്തിൽ ഇവിടെ ക്ലോസിങ് നടക്കുമ്പോഴാണ് ഇതിന് റിസൾട്ട് ആയിട്ട് മാറുള്ളൂ. നിർബന്ധമായിട്ടും പ്ലാൻ പറഞ്ഞ ഉടനെ തന്നെ ക്ലോസിങ് നടത്തണം. അല്ലെങ്കിൽ പിറ്റേന്ന് ഫോളോ അപ്പിന് പോയിട്ട് ഇന്ന ആള് വരും അപ്പൊ പൈസ കൊടുത്താൽ മതി, അങ്ങനെയല്ല. അപ്പൊ തന്നെ ക്ലോസിംഗ് നടത്തുക. അത് നമ്മളെല്ലാവരും ശീലമാക്കി മാറ്റണം. അപ്പോഴാണ് നമുക്കിതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത ആളെ വിട്ടാണ് പിന്നെ മറ്റാളെ കുടിക്കലല്ല. അവരെ ഒരു ലീഡർ ആക്കാൻ വേണ്ടിയുള്ള ഫോളോ അപ്പ് ആണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇപ്പോ ജോയിൻ ചെയ്ത ഉടനെ തന്നെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുപ്പിച്ച് അവരെ കൊണ്ടുപോയി വണ്ടി ഏൽപ്പിച്ചോ എങ്ങനെയെങ്കിലും എല്ലാ GTS പങ്കെടുത്ത് ചുരുങ്ങിയ ഒരു 4 GTS എങ്കിലും പങ്കെടുക്കുമ്പോഴാണ് ഇതിലൊരു ലീഡർഷിപ്പിലേക്കുള്ള തീരുമാനം തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുള്ളൂ. അതുകൊണ്ട് ഈ അടുത്ത ആഴ്ച വന്നാൽ മതി, പിന്നത്തെ ആഴ്ച മറ്റാളെ കൊണ്ടുപോവാ, അങ്ങനെയല്ല. കൊണ്ടുപോയ ആളെ തന്നെ വീണ്ടും വീണ്ടും കൊണ്ടുപോയി ഇതിൽ നിന്ന് ആട്ടിവിട്ടാലും പോകാത്ത രൂപത്തിൽ ലീഡറാക്കി മാറ്റാൻ നമ്മുടെ പ്രോഗ്രാമുകൾ നമുക്ക് വിലപ്പെട്ട ഒരു ഉപകാരമാണ്. അതുകൊണ്ട് പ്രോഗ്രാമുകൾ ആരൊക്കെ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നോ അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. നിർബന്ധമായിട്ടും പ്രോഗ്രാമുകൾ നിരന്തരമായി പങ്കെടുപ്പിക്കുക. അതിലൂടെ നമുക്ക് നല്ലൊരു ലീഡറെ കിട്ടും. ആ ലീഡറെ താഴെ പിന്നെ ഇതേ കാര്യമാണ് ആ ലീഡറും ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആ ലീഡേഴ്സിന്റെ നിര തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ ആരൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഇതിൽ വലിയ ലീഡർഷിപ്പിലേക്ക് വരാനും, അല്ലാതെ ഈ പ്രോഗ്രാമൊക്കെ ഞാൻ കുറെ കേട്ടതാ, ഇജി പോയാൽ മതി അല്ലെങ്കിൽ മറ്റവരെ കൊണ്ടേക്കോ എന്ന് പറഞ്ഞാൽ ആരും ഇതിൽ വരൂല. എല്ലാവരും പ്രോഗ്രാമിൽ മുൻ സീറ്റിൽ ഇരിക്കുക, സംസാരിച്ച് സമയം പ്രോഗ്രാമിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ലീഡേഴ്സിനൊക്കെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ ലീഡേഴ്സ് ഇന്ന ആള് ഇന്ന സ്ഥിതിയിൽ വന്ന ആളാണ്, ഇപ്പൊ എത്ര വരുമാനം വാങ്ങുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി എല്ലാ പ്രോഗ്രാമുകളും ആരൊക്കെ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നോ അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. നമുക്കൊരു പ്രോഗ്രാം ഇപ്പോ മലപ്പുറം GTS 500-ഉം 1000-ഒക്കെ ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ പ്രോഗ്രാമാണ്. അത്ര ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കൂല. എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഒറ്റയ്ക്ക് സംഘടിപ്പിക്കാൻ സാധിക്കൂല. എന്നാൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിലേക്ക് ആളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കും. അവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, സാധാരണക്കാരായ, ഇപ്പൊ ഓട്ടോറിക്ഷ തൊഴിലാളിക്കാണെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളി ലക്ഷങ്ങൾ വാങ്ങണത് അവിടെ കാണാൻ പറ്റും.
അതുപോലെ തന്നെ തെങ്ങുമ്മ കയറുന്ന ആളാണെങ്കിൽ അവർ ലക്ഷങ്ങൾ വാങ്ങുന്നത് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കടത്തിൽ മുങ്ങിക്കൊണ്ട് ലക്ഷങ്ങൾ കടമുള്ള ആളുകൾ ഇതിൽ ലക്ഷങ്ങളൊക്കെ കടം വീട്ടിക്കൊണ്ട് അവരെ സക്സസിലേക്ക് നയിച്ച ഒരു എക്സ്പീരിയൻസ് അവർ പറയുന്ന സമയത്ത് അത് അവർക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അവർക്ക് പ്രൂഫുകൾ അവിടെ കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോഗ്രാമുകൾ ഇതിൽ ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ ഞാനില്ല, എന്റെ ഇപ്പൊ പുതിയ ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് ഞാനില്ല എന്ന് ആരും മാറി നിൽക്കരുതേ. ആരില്ലെങ്കിലും നമുക്കും അവിടെ കുറെ കാര്യങ്ങൾ കിട്ടാനുണ്ട്. നമ്മളെ എനർജി കൂട്ടണം, അപ്പോഴേ നമ്മളെ കൂട്ട ആളുകൾ നിൽക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രോഗ്രാമുകളും ആരുണ്ടോ ഇല്ലേ, എന്റെ ഓർക്ക് 1 നിന്നും ഓർക്ക് 2 നിന്നും ആരുമില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടാകും എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഇതിൽ ആർക്കും വിജയിക്കാൻ സാധിക്കും. തീരുമാനം ഓരോരുത്തരുടേതുമാണ്. ആരൊക്കെ തീരുമാനമെടുത്തോ അവർ ഇതിൽ ലീഡർഷിപ്പിലേക്ക് വരും. അവരെ താഴെ കുറെ ലീഡർമാരുണ്ടാകും. നമ്മൾ ലീഡർ ആകാനും നമ്മളെ താഴെ ലീഡർ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ താഴെ ലീഡർ ആകണമെങ്കിൽ നമുക്ക് താഴെ ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാക്കണം. അതിന് എല്ലാവരും പ്രോഗ്രാമുകൾ പങ്കെടുക്കുക, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നീങ്ങുക. ഇവിടെ എന്നെ ലീഡർഷിപ്പിലേക്ക് ഉയർത്തി തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ, നമ്മുടെ SBGയുടെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ എത്ര മഴയാണെങ്കിലും ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നാളെ വെള്ളിയാഴ്ച ക്ലോസിംഗ് ഡേ ആണ്. മാക്സിമം നമ്മുടെ അടുത്ത ബാങ്ക് ആക്റ്റീവ് ചെയ്യാനുള്ള ഇൻകം നമ്മുടെ ക്ലോസിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫീൽഡിൽ ഇറങ്ങുക. നമുക്കുള്ള എല്ലാ ഡയമണ്ടുകളും അതുപോലെ ITC ലീഡേഴ്സ് ഒക്കെ പുറത്താണുള്ളത്. നമ്മൾ എവിടെ എത്തിയിട്ടില്ല, അത് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഇതിന്റെ ഭരണഘടനയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുള്ളൂ. ഇത് സ്റ്റാർട്ടിങ്ങിലാണ്. നമുക്കുള്ള ഒരുപാട് ഡയമണ്ടുകൾ പുറത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കാതെ പുറത്തിറങ്ങിക്കൊണ്ട് ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുക. നമുക്കൊക്കെ ഇതിൽ വിജയിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ സർവശക്തൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഹൈഫ്ലൈസിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിച്ചത് അറിയിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. നന്ദി. ഓക്കെ, എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.